മാമോദിസ മുങ്ങൊന്ന് വിളിച്ചു പറയാൻ നിന്നോട് ആരാ പറഞ്ഞത്? പുലിക്കാട്ടുകാരെ തോൽപ്പിക്കാൻ വേണ്ടി നീ എന്തും വിളിച്ചു പറയോ? എന്നാ ഞാൻ പറയുന്നു, തൽക്കാലം നീ മാമോദിസ മുങ്ങുന്നില്ല. അങ്ങനെ ആരെങ്കിലും തോൽപ്പിക്കാൻ വേണ്ടി സ്വീകരിക്കുന്നതാവരുത് ക്രിസ്തുമതം. ഇത്രയും കാലമായിട്ടും നിന്നോട് ഇതുവരെ ഞാൻ ആവശ്യപ്പെട്ടിട്ടില്ല നീ ക്രിസ്ത്യാനിയായി ജീവിക്കണമെന്ന്. എന്താ കാര്യം? എന്റെ ജാതിയിലേക്ക് നിന്നെ വലിച്ചഴച്ചെന്ന് നിന്റെ അച്ഛനോ വീട്ടുകാർക്കോ തോന്നാൻ പാടില്ല. ഒരു ജാതിയുമില്ലാതെ വെറും പച്ച മനുഷ്യനായിട്ടാ വാവ ഇതുവരെ വളർന്നത്. എന്നാ എല്ലാ മതക്കാരോട് അടുപ്പുണ്ട് താനും. പക്ഷെ ഏതെങ്കിലും ഒരു മതം മതി രണ്ടും കൂടെ എടുത്താൽ പൊങ്ങയിലെന്ന് നാട്ടുകാർ പറഞ്ഞാൽ പിന്നെ വാവ എന്ത് ചെയ്യും? അത് മാത്രമല്ല, ഇക്കണ്ട ആൾക്കാരെ മുമ്പിച്ച് വാവേനെ അമ്മേനെ ആക്ഷേപിച്ച് പറഞ്ഞ അവനോട് ചോദിച്ചില്ല പിന്നെ വാവ മീശയും വെച്ച് ആണെന്ന് പറഞ്ഞാൽ എന്ത് കാര്യം? എനിക്ക് പെരുന്നാൾ നടത്തണം. ഒന്ന് പറകളാടീസേ. ഓ, സീനിയർ വക്കീലിനെ കണ്ടപ്പോ ജൂനിയർ വക്കീലിനെ അടഞ്ഞു പോയായിരിക്കും. തുറന്നല്ല. ഏത് മതം സ്വീകരിക്കുന്നതും അതിലുള്ള വിശ്വാസം കൊണ്ടായിരിക്കണം, അല്ലാതെ വാശി തീർക്കാൻ വേണ്ടി ആകരുതെന്ന വക്കീലമ്മ പറയുന്നത്. അയ്യേ, വാശി തീർക്കാൻ വേണ്ടിയല്ലമ്മേ. കുറെ നാളായിട്ട് ഞാൻ ക്രിസ്ത്യാനിയാകാൻ വേണ്ടിട്ട് ഇങ്ങനെ ആഞ്ഞു നടക്കല്ലേ. എന്റെ ദൈവമായ കർത്താവേ, ഞാൻ അഭയം കാണുന്നു. എന്നെ വേട്ടയാടുന്നവരിൽ നീ എന്നെ കാത്തുരക്ഷിക്കണമേ, അല്ലെങ്കിൽ അവരെന്നെ സിംഹത്തെ പോലെ കഴിച്ചു കീറും. സങ്കീർത്തനം 7-ാം അധ്യായം. ദൈവവുമായി നമ്മിതിലായി നീ സമാധാനത്തിൽ കഴിയാപ്പോ നിനക്ക് നന്മ വരും. അവിടുത്തെ അധരങ്ങളിൽ നിന്ന് മാത്രം നീ ഉപദേശം സ്വീകരിക്കുക. യോബിന്റെ പുസ്തകം 22-ാം അധ്യായം. ഒക്കെ ഞാൻ പഠിച്ചോണ്ടിരിക്കണമേ. എനിക്ക് പെരുന്നാൾ നടത്തണം. ഒന്ന് പറകൾ അടിച്ചപ്പോ. ഇത്രയും കാലം നിന്നെ വളർത്തിയത് ഞാനായതുകൊണ്ട് എനിക്ക് നിന്റെ മേൽ ഒരുപാട് സ്വാധീനമുണ്ട്. പക്ഷേ ഒരു മതം സ്വീകരിക്കാൻ അതൊരു കാരണമാകാൻ പാടില്ല. നീ മാമോദിസ മുങ്ങുന്നത് ഒരിക്കലും ഈ അമ്മയ്ക്ക് വേണ്ടിയാകരുത്. അമ്മക്ക് വേണ്ടി അമ്മ മുങ്ങി കഴിഞ്ഞതാണല്ല. ഞാൻ മുങ്ങാൻ പോണത് എനിക്ക് വേണ്ടിയാണ്. ഒരു മതമില്ലാത്തതുകൊണ്ട് ഒരുപാട് അനുഭവിച്ചവനാണേ. മതത്തിന്റെ ഓളം പൂരിപ്പിക്കാനില്ലാത്തതുകൊണ്ട് പള്ളിക്കൂടത്തിൽ ചേരാൻ പറ്റാതെ വീട്ടിലിരുന്നല്ലേ പഠിച്ചത്. പിന്നെ പരീക്ഷയ്ക്ക് ജയിക്കുക തോക്കൊന്നുള്ള പേടി വേണ്ടായിരുന്നു. നല്ല പ്രായത്തിൽ നല്ല കുടുംബത്തിൽ നിന്ന് പെണ്ണ് ചോദിച്ചപ്പോ ജാതിയുടെ കാര്യം പറഞ്ഞപ്പോ പണിവാളി. ഒന്നേ ക്രിസ്ത്യാനിയായിട്ട് വാ, അല്ലെങ്കിൽ ഹിന്ദു ആയിട്ട് വാ. അവർക്ക് ഹിന്ദുസ്ഥാനിനെ വേണ്ടെന്ന് പറഞ്ഞു. നാട്ടുകാർ പിന്നെ പോത്താന്ന് വിളിക്കാതിരിക്കുവോ? വാവ പോത്ത് തന്നെയാണ്, വെറും പോത്തൻ. അച്ഛന്റെ അമ്മയുടെ വഴക്ക് മാറി അവർ ഒന്നിക്കുമ്പോ ജാതി തീരുമാനിക്കാന്ന് വിചാരിച്ച പോത്തൻ. അമ്മ നിന്നെ വിഷമിപ്പിക്കാൻ പറഞ്ഞതല്ല. നിന്റെ ആഗ്രഹം പോലെ എന്താന്ന് വെച്ചാ നീ ചെയ്തോളൂ. പക്ഷേ അതിനു മുൻപ് ഒരാളുടെ സമ്മതം കൂടി വാങ്ങണം, നിന്റെ അച്ഛന്റെ. ഓ പിന്നെ, ഭാര്യയും മകനെയും തിരിഞ്ഞു നോക്കാത്ത എന്റെ അച്ഛന്റെ അനുവാദം വാങ്ങിക്കാൻ എനിക്ക് ഭ്രാന്തല്ലേ. ഏത് മതം വേണമെങ്കിലും സ്വീകരിച്ചോളം കോടതി എന്നോട് പറഞ്ഞിട്ടുള്ളതാ. ഞാനിപ്പതേ ക്രിസ്തുമതം സ്വീകരിക്കാൻ പോണ. അതിനെ എന്റെ നമ്പൂരി അച്ഛന്റെ അനുവാദം വേണ്ട, പള്ളിയിൽ അച്ഛന്റെ അനുവാദം മതി, എന്റെ അമ്മയുടെ അനുവാദം മതി, കർത്താവിന്റെ അനുവാദം മതി, അമ്മയുടെ ഭർത്താവിന്റെ അനുവാദം വേണ്ട. വേറെ പണി നോക്കമ്മേ. ഡാ, ഏത് കോടതിയെക്കാളും വലുത് ജന്മം നൽകിയ അച്ഛനാ. ഓ, അതായിരിക്കും ഉപേക്ഷിച്ച് കളഞ്ഞത്. ബാവച്ചി, നമ്മുടെ യേശു ക്രിസ്തുവിനെ മാമോദിസ മുക്കിയത് യോഹന്നാനാണ്. പക്ഷെ യോഹന്നാനെ ആരും മാമോദിസ മുക്കിയതായിട്ട് ബൈബിളിൽ പറയുന്നുമില്ല. അപ്പൊ യോഹന്നാൻ എങ്ങനെ ക്രിസ്ത്യാനിയായി? നീ ഒരു കാര്യം ചെയ്യ്, നീ അടുത്ത പ്രാവശ്യം യോഹന്നാനെ കാണുമ്പോ നേരിട്ട് ചോദിച്ചാൽ മതി. ആ യോഹന്നാൻ മാമോദിസ മുങ്ങിയ കഥ വിട്. എന്റെ അപ്പൻ യോഹന്നാൻ ചിട്ടിക്കമ്പനി എടുത്ത് മുങ്ങിയ കഥ പറഞ്ഞാൽ ഇനി ചേട്ടനൊരു അക്ഷരം മിണ്ടിക്കഴിഞ്ഞാൽ എന്റെ അമ്മച്ചനെ സത്യം പുഴച്ചടിച്ചോ ഞാൻ. മാറാമല്ലേ, നീ വലിയ അവിവേകം ഒന്നും കാണിക്കല്ലേ. അവരാച്ചാ അവൻ പറഞ്ഞ പോലെ കാണിക്കുന്ന ആളാണ് കേട്ടാ. ഇതിനു മുമ്പ് 3-4 തവണ വെള്ളത്തിൽ ചാടി ചത്തതാണ്. എന്നിട്ട് ഇപ്പൊ ചോദിച്ചിരിക്കുന്നതോ? അതിന് ഇതൊക്കെ ഒരു ജീവിതമാണ്. എടാ വാവേ, നീ ഏതാണ്ടൊക്കെ മുങ്ങാൻ പോണെന്ന് പറഞ്ഞ ഇപ്പൊ നാട്ടിന്നേ മുങ്ങയാണ്. ഈ പ്രാവശ്യം പള്ളിപ്പെരുന്നാൾ നടക്കൂ. എടാ വാവേ, മാമോദിസ മുങ്ങിയാലേ ഒരാൾ ക്രിസ്ത്യാനിയാവും. അപ്പൊ ഇപ്പൊ ശരിക്കും നിന്റെ ജാതി ഏതാ? എന്റെ ജാതി ഏതാണെന്ന് അറിയണോ നിനക്ക്? എന്നാ കണ്ടോ, ഇപ്പൊ നിനക്കൊരു ആശ്വാസം കിട്ടിയടാ. എടാ, ഈ ലോകത്താകപ്പാടെ 2 ജാതിയുള്ളൂ, ഒന്ന് ആണും ഒന്ന് പെണ്ണും. മൂന്നാമതൊരു ജാതി ഉള്ളത് നീയാണ്, ആണും പെണ്ണും കെട്ടത്. എടാ, നീ ബോട്ടിലായിപ്പോയത് നിന്റെ ഭാഗ്യം. മോനെ ബ്രിട്ടോ, വേഗം വിട്ടോ. എന്നെ കൊണ്ട് വെറുതെ നീന്തിക്കല്ലേ. വിട്ടോ. ഈവനെ ഇന്ന് ഞാൻ എടാ ഞായറാഴ്ച ഇറച്ചി വാങ്ങിക്കാൻ നീ മാർക്കറ്റിലേക്ക് വാടാ. നിന്നെ തുണ്ടമായിട്ട് വെട്ടി ചൗരിട്ട് പട്ടിക്കൊടുക്കടാ. എന്റെ സ്വഭാവം എനിക്കത് പിടിക്കാണ്ടിരിക്കടാ. ഇത്രയും വരെ വായിക്കി അവൻ പോയടാ. അതല്ല ഞാൻ ധൈര്യമായിട്ട് പറഞ്ഞത്. എന്താന്ന് ഒന്ന് തുണി പൊക്കി കാണിച്ചാണ്. പിന്നെ നിയമസഭയിൽ കാണിക്കാമെങ്കിലാണ് പബ്ലിക് റോട്ടിൽ കാണിക്കാൻ പാടുള്ളത്. അതെ, എനിക്ക് പേഴ്സണൽ ആയിട്ട് ഒരു കാര്യം സംസാരിക്കാനുണ്ട്. പേഴ്സണലാണ് ഞങ്ങൾ നിൽക്കാം, പള്ളിയിൽ നിന്ന് കമ്മിറ്റിക്കാരെ വിളിക്കാം. രണ്ടുപേരും പോയ വണ്ടി കൊണ്ട് പോ. നല്ല കാര്യം, എല്ലാ ദിവസവും ഇതുപോലെ വരണേ വക്കീലെ. വണ്ടി വിട്ടോ. ഈ വണ്ടി വിറ്റിട്ടെങ്കിൽ ഇന്ന് കുറച്ച് കള്ള് കുടിക്കണം. ഷാപ്പിലേക്ക് കൊടു. അമ്മയുടെ മനസ്സ് എന്നേക്കാൾ നന്നായി വാവയ്ക്കറിയാലോ. അകന്ന് കഴിയാണെങ്കിലും വാവയുടെ അച്ഛനോട് വക്കീലമ്മയ്ക്ക് വെറുപ്പോ വിദ്വേഷമോ ഒന്നുമില്ല. കോടതി വിധിയൊക്കെ ശരി തന്നെ. പക്ഷേ അച്ഛന്റെ അനുവാദം വാങ്ങാതെ വാവ മാമോദിസ മുങ്ങിയ
വീണ്ടും പ്രശ്നങ്ങൾ ഉണ്ടാവില്ലെന്ന് ഉറപ്പുണ്ടോ? ഇനി അച്ഛന്റെ സമുദായക്കാര് വന്ന് അമ്മയെ പരസ്യമായി ആക്ഷേപിക്കുന്നതോടെ ഭാവിക്ക് കാണണോ? ഭാവയ്ക്ക് വേണ്ടി മാത്രം ജീവിക്കുന്ന അമ്മ മറ്റുള്ളവരുടെ മുന്നിൽ നാണം കെടാൻ ഇനി അവസരം ഉണ്ടാക്കരുത്. എല്ലാം സമാധാനമായി കലാശിക്കണമെങ്കിൽ ഭാവ അമ്മ പറയുന്നത് അനുസരിക്കണം. അച്ഛനെ ചെന്ന് കണ്ട് അച്ഛന്റെ അനുവാദം വാങ്ങണം. ഈ പോക്കില് രണ്ടു നല്ല ഉറപ്പാണ്. ആ ഇടിക്കട്ടെ പിച്ചാത്തി എടുത്തോട്ടെ. എന്തിനാണ് അച്ഛനേടാ ഞാൻ കുത്തല്ല. വേണ്ടെങ്കിൽ വേണ്ട. ദേ അന്യനാടാ, ചെല്ലുന്നിടത്ത് അടിയും ബഹളൊന്നും ഉണ്ടാക്കരുത്. അത്രയും ദൂരം യാത്ര ചെയ്തു വന്ന് ജാമ്യത്തിലെടുക്കാൻ എനിക്ക് നേരം ഉണ്ടാവില്ല. അതിന് അവിടെയും വക്കീലന്മാര് കാണുമല്ലോ. ഉവ്വ. ഗ്ലാഡിസ് പറഞ്ഞാലും കാര്യമുണ്ട്. അമ്മ വളർത്തി വഷളാക്കിയതാണെന്ന് അച്ഛനെ കൊണ്ട് പറയിപ്പിക്കരുത്. അയ്യേ വക്കീലമ്മ പേടിക്കണ്ട. വാവാച്ചി മര്യാദക്കാരനാണെന്ന് ഞാൻ തെറ്റിദ്ധരിപ്പിച്ചോളാം. പിന്നെ എന്നെ കാണുമ്പോ ഒരു നമ്പൂതിരി ലുക്കുള്ള വല്ലി യാതൊരു പ്രശ്നം ഉണ്ടാവൂല. പിന്നെ നമ്പൂരി ടാറും ബീപ്പ വീണ മാതിരിയുണ്ട്. അച്ഛനെ കണ്ട് ഓർമ്മ നിനക്കുണ്ടാവില്ലല്ലോ. ദാ കണ്ടാ പറയൂല, അല്ല ഫോട്ടോ ആണെന്ന് പറയൂല. ഓ നല്ല ജീവനല്ലേ പോലെ. ഒരുപാട് പഴക്കുണ്ടല്ലേ. അപ്പൊ ഇപ്പൊ നല്ല പ്രായമായി കാണും. പിന്നെ ഇപ്പൊ മുഖമൊക്കെ ചുക്കി ചുളിഞ്ഞതേ ഇങ്ങനെ. എന്തായി കാണിച്ചത്? ആ ഫോട്ടോ ചുളുങ്ങിയപ്പോ അമ്മക്ക് നൊന്ത് കേട്ടാ. അപ്പൊ ഉള്ളിൽ ഇപ്പോഴും ലവ് ഉണ്ട്. ഒന്ന് പോടാ. ബാബാച്ചേ എന്താടാ? ഇവിടെ അടുത്ത് വല്ലയിടത്തുള്ള അച്ഛനെ ഡൈവോഴ്സ് ചെയ്തിരുന്നെങ്കിൽ യാത്ര തുറക്കായിരുന്നു അല്ലേ? വാവേ, നിന്നെ ഇതുവരെ ഒരു രാത്രി പോലും ഞാൻ പിരിഞ്ഞിരുന്നിട്ടില്ല. എത്രയും പെട്ടെന്ന് നീ മടങ്ങി വന്നേക്കണം. അവിടെ ചെല്ലുന്നു, അച്ഛനോട് ചെന്ന് കാര്യം പറയുന്നു, അവിടെ നിന്ന് മുങ്ങുന്നു, ഇവിടെ പൊങ്ങുന്നു, മാമോദിസ പൊങ്ങുന്നു, ഇവിടെ അപ്പം ചമ്മുന്നു, പെരുന്നാൾ കലക്കുന്നു. അത്രയുള്ള പരിപാടി. സ്മോൾ അടിക്കുന്നു, ഫിറ്റ് ആവുന്നു. അതെന്താ ബാബാച്ചി പറയാത്തത്? അല്ല ഈ സംഗീതം ഒന്നും പറഞ്ഞ് ഊര് ചുറ്റുന്ന ആളെ ഏത് പൂരപ്പറമ്പ് ചെന്ന് അന്വേഷിക്കാനാണ്? നമുക്ക് ഊട്ടിലെ പൂരപ്പറമ്പ് വെച്ച് നോക്കിയാലോ? ഞാനിതൊരു ഊട്ടി പോയിട്ടില്ലേ. പ്രസിദ്ധ സംഗീതജ്ഞനായ മേൽപ്പത്തൂർമന എവിടെ ഇരുന്നാണാവോ കീറി പൊളിക്കുന്നത്. അച്ഛാ ഒന്ന് പിടിയണം. തിരുമേനി ബോധം വീണ ആന്റി? ഇല്ല, സെഡേഷനില്ല. ചേടാ കുറച്ചു മുമ്പ് ചോദിച്ചപ്പോ പറയണ ഐസിലാണ് കിടക്കണം. ഇപ്പൊ ഞാൻ പറയുന്നത് സെഡക്ഷൻ ആണ് കിടക്കണം. ഇതെന്തൊരു ഇടപാടാണ്? ഇനി കണ്ണടപ്പനായപ്പോ ബോഡി വല്ല ഫ്രീസറിൽ എടുത്ത് വെച്ചിട്ടുണ്ടാവും. എടാ കള്ളപ്പന്നി, ആ കരുനാക്ക് വളച്ചൊന്നും പറയാതെ പെരുന്നാൾ നടത്താൻ അനുവാദം ചോദിക്കാനുള്ളതാണ്. മനപടമായ പണിപാളും. അല്ല കാര്യങ്ങൾ അന്വേഷിക്കാൻ ഉത്തരവാദിത്തപ്പെട്ട് നമ്മളിങ്ങനെ പുറത്തു നിന്നാൽ എങ്ങനെയാണ്? അതെ. നമുക്ക് അകത്തേക്ക് ചോദിച്ചാലോ? നീ വാ. തീർച്ചയായിട്ടും. ദേന്നെല്ലാം ഇടുക്കനായിട്ട് കിടക്കണടാ. ബോധം വീണാ കൊച്ചേ? ഇല്ല, മയക്കത്തില. ഈ നേരത്തെ അധികം മയക്കം നല്ലതല്ല. മയക്കമെന്ന് ഉറങ്ങിപ്പോ പിന്നെ വേദന അറിയില്ല. അതാണ് പ്രശ്നം. നിങ്ങളോട് ആരാ ഇതിനകത്ത് കയറാൻ പറഞ്ഞേ? മാടപ്രാവേ, മാടപ്രാവുകൾ ആദ്യം സത്യം പറയാൻ പഠിക്കണം. ഐസിയിൽ അന്വേഷിച്ച് പറഞ്ഞ് സെഡക്ഷനിലാണ് കിടക്കണം, സെഡക്ഷനിൽ അന്വേഷിച്ച് പറഞ്ഞ് ഐസിയിലാണ് കിടക്കണം. ഞങ്ങളെന്താ തീരെ വിദ്യാഭ്യാസം ഇല്ലാത്തവരാണോ? ഈ സംഗീത സാഗരൻ റോട്ടി പണികിട്ടി കിടന്നപ്പോ ആശുപത്രിയിലാക്കിയത് ഞങ്ങളാണെങ്കിൽ ഈ ബോധക്കേട് കാണാനുള്ള അവകാശവും ഞങ്ങൾക്കുണ്ട്. മാടപ്രാവ് പോ പോ പോ. ചേട്ടത്തി, ഈ മൂക്കിലും വായിലും ഓരോ കുന്തറാണുകൾ കുത്തിക്കയറ്റി വെച്ചാലേ ബോധമുള്ളവന്റെ പോലും ബോധം പോകൂലേ? ഈ മൂക്കിൽ ഗ്യാസ് മാത്രം അടിച്ചേച്ചാലേ പേഷ്യന്റ് വാരോട്ട് ചത്തൂലേ? അതുകൊണ്ട് എത്രയും പെട്ടെന്ന് 2 കുപ്പി ഓക്സിജനോ ഹൈഡ്രജനോ എന്തെങ്കിലും ഒന്ന് കുത്തിക്കയറ്റി ബോധം ഉണ്ടാക്കാൻ നോക്ക്. ഞങ്ങൾക്ക് വളരെ അത്യാവശ്യമുള്ള ഒരു കാര്യം പറഞ്ഞിട്ട് പോകാനുള്ളതാ അല്ലടാ? തീർച്ചയായിട്ടും. കുട്ടി, ഇവരോടൊന്ന് പുറത്തു പോകാൻ പറയുന്നുണ്ടോ? ദയവ് ചെയ്തൊന്ന് പുറത്തു പോണം. ബോധമില്ലാതെ കിടക്കുന്ന ആളിങ്ങനെ ശല്യം ചെയ്യരുത്. ബോധമില്ലാതെ കിടക്കണ ശല്യം. അയ്യോ ഇംഗ്ലീഷാണല്ലോ. അറിയില്ല, വെറുതെ വന്ന് ശല്യം ചെയ്യാ. കുട്ടി, ഞങ്ങൾ എന്ത് ശല്യം ചെയ്തത്? ബോധമില്ലാതെ കിടക്കുന്ന ഒരാളുടെ മുമ്പിൽ നിന്ന് ബോധക്കേട് വിളിച്ച് പറയരുത്. ബോധമില്ലാതെ കിടക്കുന്ന ഒരാൾക്ക് ബോധം വന്നൊന്ന് ചോദിച്ചാൽ ശല്യമാണെന്ന് ബോധം കേട്ട കുട്ടിയോടാരാ പറഞ്ഞത്? ശരി ശരി, നിങ്ങളൊന്ന് പുറത്തു പോകണം. അയ്യോ ഡോക്ടറെ, ഈ ബോധമില്ലാതെ കിടക്കണ പാട്ടുകാരന്റെ വേണ്ടപ്പെട്ടവർ തന്നെ ഞങ്ങള്. വേണ്ടപ്പെട്ടവർ തന്നെ പുറത്തു പോകുന്നത്. ഈ പച്ചക്കൊച്ചിനേക്കാൾ എന്തുകൊണ്ടും വേണ്ടപ്പെട്ടവർ തന്നെ ഞങ്ങള്. വേണമെങ്കിൽ ഈ പച്ചപ്പനും തത്തിയോട് വെളിയിൽ പോകാൻ പറയാം. എങ്കിൽ ദയവ് ചെയ്ത് എല്ലാവരും ഒന്ന് പുറത്തു പോകണം. പേഷ്യന്റ് അടുത്ത് ആരും വേണമെന്നില്ല. ചെല്ലുകുട്ടി പ്ലീസ്. അത് ന്യായം. എന്താ എന്താ മോളെ? ഈ പച്ചക്കൊച്ച അകത്തിരുന്ന് ഒച്ചുണ്ടാക്കിനെ ഡോക്ടർ പിടിച്ച് പുറത്താക്കി. അല്ല, ഈ ചേട്ടൻ എവിടെയോ നല്ല കണ്ടുപരിച്ചുണ്ടല്ലോ. നിനക്ക് മനസ്സിലായില്ലേ? ഈ ചേട്ടനാണ് ഗാനമേളക്ക് കുടങ്ക മത്തി വെച്ച് ചെണ്ട കൊട്ടിയത്.
അപ്പൊ അച്ഛനെ മനസ്സിലായ ഈ കൊച്ചാണ് വില്ലുക്കാട്ട കിത്താറ് തിരിച്ചു പിടിച്ചു വെച്ച് വായിച്ചത്. എന്തുട്ട്? കിത്താറ്. ഓ അതാണല്ലേ കിത്താറ്. ഓ നമ്മളൊക്കെ ഇങ്ങനെയല്ലേ വായിക്കണത്, ഇത് ഇങ്ങനെയാണ് വായിച്ചത്. എന്തൊക്കെയാണെങ്കിലും കേട്ടാ വച്ചേ, ഉള്ളത് മൊത്തം നോക്കി പറയാമല്ല. ഗാനമേള അടിപൊളിയായിരുന്നു കേട്ടാ. ഗാനമേള അല്ല, കച്ചേരി. അത് നിങ്ങൾ കർണാട്ടിക്ക് പറയുമ്പോ, ഞങ്ങൾ ഈ മലയാളിക്ക് പറയുമ്പോ ഗാനമേള. കച്ചേരിയൊക്കെ കൊള്ളായിരുന്നു, പക്ഷെ രണ്ടുമൂന്ന് ഹിന്ദി പാട്ട് കൂടി പാടിയിരുന്നു. ഇടക്കൊരു മിമിക്രി കൂടി ഉണ്ടായിരുന്നില്ല, അടിപൊളിയായനെ. പിന്നെ ഈ പക്കാമേളം എന്ന് പറഞ്ഞ മിമിക്രിക്കാരെ വായോണ്ട് കാണിക്കല്ല. അപ്പൊ ഈ മദ്യമത്തി പിടിച്ചിട്ട് കാന്താരിലേക്ക് പോരെടുപ്പിരിക്കും. അപ്പൊ പഞ്ചമി ഒന്ന് നിർത്തലുണ്ടോ? അപകടം ഉണ്ടായപ്പോ സഹായിച്ചതിനൊക്കെ നന്ദിയുണ്ട്. ഈശ്വരനോർത്ത് ഇത്തിരി സമാധാനം തരണം. വെറുതെ ഓരോന്ന് പറഞ്ഞ് സംഗീതത്തെ അവഹേളിക്കരുത്. നമ്മുടെ സംഗീതവാസന ഈ കിത്താറിസ്റ്റിന് പിടിക്കണില്ല കേട്ടാ. എന്നാ പിന്നെ ഈ പച്ചക്കൊച്ചിന് ഇച്ചിരി മനസമാധാനം കൊടുത്തു അല്ലേടാ? പിന്നെ തീർച്ചയായിട്ടും ഞങ്ങൾ നേരെ ആ കാന്റീനിൽ പോയി ഒരു ചായക്ക് പണി കൊടുത്തിട്ട് വരാം. എന്നിട്ട് കുറച്ചു നേരം അവിടെ വെയിറ്റ് ചെയ്യാം. തീർച്ചയായിട്ടും. പിന്നെ ബോധം വരുമ്പോ പറയണം കേട്ടാ. പുള്ളിക്കാരനോട് വളരെ അത്യാവശ്യമുള്ള ഒരു കാര്യം സംസാരിച്ചിട്ട് ഞങ്ങൾക്ക് നേരെ പള്ളിയങ്ങാടിക്ക് പോകാനുള്ളതാണ്. ബോധം വരുമ്പോ അറിയിക്കാം, നിങ്ങൾ ചെല്ല്. എങ്ങനെയുണ്ട് ഗായത്രി? ഏട്ടൻ വിഷമിക്കണ്ട, പേടിക്കാനൊന്നുമില്ലാന്നാ ഡോക്ടർ പറഞ്ഞത്. ഇപ്പൊ നിന്നോട് സംസാരിച്ചിട്ട് പോയ കക്ഷി ഏതാ? അത് ആക്സിഡന്റ് ആയപ്പോ അവരാ തിരുമേനിയെ ഹോസ്പിറ്റലിൽ എത്തിച്ചത്. അതിപ്പോ വലിയ ശല്യായിരിക്കുക. തിരുമേനിയെ കണ്ട് എന്തോ സംസാരിക്കാനുണ്ട് ഇത്ര. ഇവിടെ എങ്ങുള്ള ആളല്ല, സ്ഥലപ്പേരെന്തോ പള്ളിയങ്ങാടി എന്നാ മറ്റാ പറഞ്ഞേ.